അമ്മായിമ്മയും മരുമകളായിട്ടുള്ള പ്രശ്നം ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലുള്ള ഒരു പ്രശ്നമാണത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് പകുത്ത് നൽകാനായിട്ട്, അവരുടെ സ്നേഹം പകുത്ത് നൽകാനായിട്ട് വളരെയധികം മടിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇത് അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ അമ്മ എത്രയോ വർഷത്തോളം, ഒരു 20-30 വർഷത്തോളം അവരുടെ എല്ലാ സ്നേഹങ്ങളും കൊടുത്ത് വളർത്തിയ മകനായിരിക്കും. ആ മകനിലേക്കാണ് കഴിയുമ്പോൾ അതിന് മറ്റൊരു അവകാശം വരികയാണ്. അപ്പോൾ ഈ സ്നേഹത്തിന് ഒരു പകുത്ത് നൽകൽ വരികയാണ്. നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്നേഹവും മറ്റൊരാൾ കൂടിയും അത് അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. ആ പകുത്ത് നൽകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ആ സ്നേഹം നമുക്ക് മാത്രം അനുഭവിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവോടാണ് ഈ വരുന്ന മരുമകളിനെ അല്ലെങ്കിൽ മകന്റെ ഭാര്യയോട് നമുക്ക് പലതരത്തിലുള്ള ഇഷ്ടക്കേടുകളും കുറവുകളും കുറ്റവും കുറവൊക്കെ കാണാൻ അവര് തയ്യാറാവുന്നത്. അത് അവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അത് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് പിന്നീട് വരികയാണ്. അതേപോലെ തന്നെയാണ് ഈ വരുന്ന പാർട്ട്ണർക്കും, ഈ വരുന്ന ഭാര്യയ്ക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. എൻ്റെ സ്നേഹത്തിനേക്കാളും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അമ്മയും മകനായിട്ടാണോ കൂടുതൽ സ്നേഹം, എന്നെക്കാളും കൂടുതൽ അമ്മയാണോ സ്നേഹിക്കുന്നത്, അമ്മയാണോ കൂടുതൽ അവരെ പരിപാലിക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർ അമ്മയോടാണോ കൂടുതൽ പറയുന്നത്, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയുടെ മനസ്സിലുണ്ടാവും. കാരണം ഈ പകുത്ത് നൽകുന്നത് ഭാര്യയ്ക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഈ ഭർത്താവ്, എൻ്റെ ഭർത്താവ് എന്നിൽ മാത്രം നിൽക്കണം, എന്നെ മാത്രം ഇഷ്ടപ്പെടണം, എന്നെ മാത്രം സ്നേഹിക്കേണ്ടവരാണ് എന്നാണ് ഈ ഭാര്യയുടെയും കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അവർക്ക് പകത്ത് നൽകുന്നത് ഇഷ്ടമില്ലാത്തത്. ഈ ഭർത്താവ് മറ്റൊരു സ്ത്രീയായുള്ള ബന്ധം പോലും അവർക്ക് ഇഷ്ടപ്പെടാത്തതും, അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളോട് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് പോലും കേൾക്കാൻ അവർക്ക് ആഗ്രഹിക്കാത്തതും അതുകൊണ്ടാണ്. ഈ പകത്ത് നൽകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവർക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അത് അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും സെയിം ആണ്. അത്തരം പൊരുത്തക്കേടുകൾ ഉണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും വാല്യൂ സിസ്റ്റം വേറെയാണ് എന്ന തിരിച്ചറിവ് രണ്ടുപേർക്കും വേണം. ഇത് ഈ മകനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു വ്യക്തിയുടെ മാത്രമല്ലെന്നും അതൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണെന്നും ഈ രണ്ടുപേർക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം സ്നേഹം എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്, അത് പരസ്പരം കൊടുത്തുകൊണ്ട് അനുഭവിക്കേണ്ടതാണെന്ന് തിരിച്ചറിവ് രണ്ടുപേർക്കും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹം കൊടുക്കാനുള്ളതാണെന്ന് അത് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ആ വ്യക്തിക്കും, ഈ മകനായിട്ടുള്ളത് അല്ലെങ്കിൽ ഭർത്താവായിട്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് ആ ഒരു പുരുഷന് കൃത്യമായുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും അവനെ സമൂഹത്തിന്റെ ഭാഗമാണെന്നും തിരിച്ചറിവോട് കൂടിയിട്ട് അവനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും തയ്യാറാവണമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ വീട്ടിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും.